ഹലോ ഫ്രണ്ട്സ്, ചില ആളുകൾ നിരന്തരമായി പറയുന്നൊരു കാര്യമാണ്, ഒരു വാഹനം എടുക്കാൻ നോക്കുമ്പോൾ അതിൻ്റെ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഹിസ്റ്ററി കമ്പനിയിൽ നിന്ന് എടുക്കാൻ കഴിയില്ലേ? പിന്നെ എന്തിനാണ് അതിന് മുമ്പുള്ളൊരു ചെക്കിങ്? അതിൻ്റെ ആവശ്യം എന്താണ്? നമുക്കൊരു വണ്ടിയുടെ എല്ലാ ഡീറ്റെയിലും ഇപ്പോൾ മാരുതിയുടെ ആണെങ്കിൽ മാരുതിയുടെ കമ്പനിയിലുണ്ടാവും, ടൊയോട്ട ആണെങ്കിൽ ടൊയോട്ടയിലുണ്ടാവും, ഹുണ്ടായി ആണെങ്കിൽ ഹുണ്ടായിലുണ്ടാവും. പിന്നെ എന്തിനാണ് നമ്മൾ ഈ ചെക്ക് ചെയ്യേണ്ട ആവശ്യമെന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. അതിനുള്ളൊരു ഉത്തരമാണ് ഈ വീഡിയോയിൽ കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ വാഹനം ഡീലർഷിപ്പിലൂടെ ചെയ്യുമ്പോഴാണ് ഈ ഹിസ്റ്ററി എന്ന് പറയുന്ന സിസ്റ്റത്തിലൂടെ നിങ്ങൾക്കിതറിയാൻ കഴിയുക. ഇതല്ലാതെ ആയിരക്കണക്കിന് വർക്ക്ഷോപ്പുകൾ ഇന്ന് പുറത്തുണ്ട്. ഔട്ട്സൈഡ് നിന്ന് നിങ്ങൾ ചെയ്യുന്ന ഒരു പണിയും ഹിസ്റ്ററിയിൽ ഉണ്ടാവില്ല. നിങ്ങൾ ഡീലർഷിപ്പിൽ നിന്ന് ചെയ്യുന്ന പണി മാത്രമേ നിങ്ങൾക്ക് ഹിസ്റ്ററിയിലൂടെ കാണാൻ കഴിയൂ. നമ്മുടെ കമ്പനിയിൽ നിന്ന് ചെയ്യുന്നതിനേക്കാട്ടും പെർഫെക്റ്റായിട്ട് ആക്സിഡൻറ്റ് റിപ്പയർ ഉൾപ്പെടെ പുറത്തുനിന്ന് നല്ല പെർഫെക്റ്റായിട്ട് ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ ചെയ്തു കൊടുക്കുന്ന ഒട്ടനവധി വർക്ക്ഷോപ്പുകൾ ഇന്ന് കേരളത്തിലുണ്ട്. ഇത് കണ്ടുപിടിക്കാനാണ് ഞങ്ങളെപ്പോലുള്ള പ്രൊഫഷണൽ ഇവാലുവേറ്റർമാരെ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുക. താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ.